കേരളത്തിലെ ഗവൺമെന്റിനെ താറടിച്ച് കാണിക്കാനും ഈ ഗവൺമെന്റിന്റെ പോരായ്മകളെ അതിനെ പർവ്വതീകരിച്ച് പറയുമ്പോൾ ആർക്കെങ്കിലും വേദന തോന്നുകയും ഒളിച്ചു വെക്കാൻ ആഗ്രഹമുള്ളതുമായ കാര്യങ്ങൾ മാഷേ, അതാണ് വാർത്ത എന്നുള്ളതാണ് ജേർണലിസം പഠിക്കുമ്പോൾ പഠിക്കുന്നത്. ബാക്കിയെല്ലാം പരസ്യമാണ് എന്നാണ് പറയുന്നത് മാഷേ. ഇതില് ഈ സംഭവത്തിൽ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യം ജയിൽ മേധാവി ഇന്നലെ തന്നെ പരസ്യമായി വ്യക്തമാക്കിയതാണ്. എന്നാ പിന്നെ പേടിക്കണ്ട. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ള യോഗത്തിലും അതീവ ഗൗരവതരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യം കൃത്യമായ നിലക്ക് തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഉൾപ്പെടെ ആ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. വെറും വാഗ്ദാനം കിട്ടുകയില്ല. ജയിൽ എന്ന് പറയുന്ന പഴയ കാലങ്ങളിലെ പോലെ പ്രിസൺ ആളുകൾ അടച്ചിടാനുള്ള ഒരു സംവിധാനമായിട്ടല്ല, ആധുനിക ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം അല്ല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വളരെ ഗൗരവതരമായ നിലയിൽ തന്നെ കണ്ടുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കാലമത്രയും LDFന്റെ ഗവൺമെന്റ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ കണ്ണു തുറന്നു മനുഷ്യൻ കാണുന്ന ദൃശ്യങ്ങൾക്ക് മുന്നിൽ ഇരുന്ന് വളരെ ഗംഭീരമായിട്ടാണ് ഇതൊക്കെ നടത്തുന്നത് എന്ന് നിങ്ങൾക്ക് കാണാം എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്ന സംവിധാനം ഇവിടെ ഇല്ല. ഇവിടെ പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന ഏത് നേതാവുണ്ട് പോലെ ദേശീയ ചരിത്രം പറയുന്ന പോലെ. കേരളം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കൊടും ക്രിമിനൽ ജയിൽ എടുത്തു ചാടി തിരിച്ചു വരുന്നു. അതിമാനുഷനായ ഒരു കഥാപാത്രത്തിന്റെ സകല പരിവേഷങ്ങളോടും കൂടി കേരള പോലീസിനെയും ജയിൽ വകുപ്പിനെയും ജയിൽ ഉദ്യോഗസ്ഥരെയും ഒക്കെ അമ്പാടെ തലകുനിപ്പിച്ച് നിർത്തുന്ന തരത്തിൽ വീരസാഹസിക കൃത്യം കാണിച്ചതിന് ശേഷം തിരികെ പോയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും മികച്ചതാണെന്ന് കാണാം എന്ന് പറയുമ്പോൾ കാണാൻ കഴിയുന്നില്ല. ഇതുവരെ കാണാത്ത ഒരു വേഷവും കിട്ടി ഇറങ്ങിയിരിക്കും. ഇവൻ പൊട്ടന്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നു. ഇത് മാധു പറയുന്നത് കേട്ടാൽ തോന്നുക കേരള ചരിത്രത്തിലെ അല്ലെങ്കിൽ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു ജയിൽ ചാട്ടമാണ് ഗോവിന്ദചാമിയുടേതെന്ന. എന്നാൽ അങ്ങനെയല്ലല്ലോ. ഇവിടെ കേരളത്തിൽ തന്നെ 2011 2013 അതീവ സുരക്ഷയുള്ള തിരുവനന്തപുരം ജയിലിൽ നിന്ന് 5 പേര് ചാടിപ്പോയ കാര്യം സംബന്ധിച്ച് നമ്മളാരും മറന്നുപോയിട്ടുള്ളതല്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ ജയിൽ ചാട്ടം ഒന്ന് ചരിത്രം രേഖപ്പെടുത്തുന്ന ഒന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടായിട്ടുള്ള നേരത്തെ റിപ്പർ ജയാനന്ദൻ 7 കൊലക്കേസിൽ 7 കൊലക്കേസ് പറഞ്ഞാൽ ഒരു കൊലക്കേസ് ഡബിൾ കൊലയാണ്. അതുപോലെ 50 മോഷണ കേസുകളിൽ എല്ലാം പ്രതിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജയിൽ ചാട്ടമാണ് ഈ കേരളത്തിലെ ജയിൽ ചാട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ നിലക്ക് വന്നിട്ടുള്ള ജയിൽ ചാട്ടം. തന്റെ തൊലിക്കെട്ടിക്ക് ജ്ഞാനപീഠം തരേണ്ടതാടൂ എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. ഇവിടെ പഞ്ചാബിലെ അവിടുത്തെ മുഖ്യമന്ത്രിയെ കൊലപ്പെടുത്തിയിട്ടുള്ള ജഗ്താർ സിംഗ് പവാർ അദ്ദേഹം ജയിൽ ചാടിയതാണ്. ചാൾസ് ശോഭാരാജനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാണ് അമേരിക്ക പോകുന്നത്? ഇതൊരു പ്രശ്നം ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ജയിൽ ചാട്ടമല്ല എന്ന് പറയുമ്പോൾ ആദ്യത്തെ സർക്കാരുമല്ലല്ലോ നമ്മുടേത്. നമ്മുടെ മേന്മകളെല്ലാം നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്നുണ്ട് എങ്കിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകൾക്ക് ഉത്തരവാദിത്തം കൂടി ഉണ്ടാവണ്ടേ? അവിടെ പക്ഷെ എവിടെ നിന്നോ ഒരു സിസ്റ്റം വന്ന് അതിന്റെ നടുക്ക് നിൽക്കുകയാണ് സർക്കാരിനും ജനങ്ങൾക്കും ഇടയിൽ. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ശരിയല്ല അത്. ഇതിപ്പോ 2011 13 നടന്നിരിക്കുന്ന 5 ജയിൽ ചാട്ടങ്ങളെ സംബന്ധിച്ച് പേരും അവരുടെ കേസ് സംബന്ധിച്ചൊക്കെ എനിക്ക് പറയാൻ കഴിയും. നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് അവാർഡുകൾ ഇന്ന് ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷൻ അവാർഡ് കിട്ടിയിരിക്കുന്ന പാലക്കാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോറൻസിക് പരിശോധന ഏറ്റവും മികച്ചത് ഇന്ത്യ രാജ്യത്ത് കേരളത്തിലാണ് എന്ന് രേഖപ്പെടുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ സർക്കാരിന്റെ നേട്ടമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ വീഴ്ച മാത്രം സർക്കാരിനില്ല. ഇപ്പൊ യാദൃച്ഛികമായ സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചില ഒറ്റപ്പെട്ട കാര്യങ്ങളോ ഉണ്ടാവില്ല എന്ന് എത്ര കർശനമായ നിലപാട് പറഞ്ഞാലും ഉണ്ടാവാതിരിക്കില്ല. എനിക്കത് അറിഞ്ഞാൽ മതി. എന്നാൽ നടക്കുന്ന കാര്യം എന്താ? നടക്കുന്ന കാര്യം അത്തരം ചെറു സംഭവങ്ങളെ പർവ്വതീകരിച്ച് അതിനെ ജനറലൈസ് ചെയ്ത് ആ മേഖലയാകെ തന്നെ വളരെ മോശമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമം നടക്കുകയാണ്. ഇപ്പൊ കോട്ടയത്ത് ആശുപത്രി കെട്ടിടം പൊളിഞ്ഞു വീണ് ഒരാൾ മരിച്ചു, നിർഭാഗ്യരാണ്. പക്ഷെ അത് വെച്ചുകൊണ്ട് നടന്ന കാര്യം എന്താ? ഈ കേരളത്തിലെ ഗവൺമെന്റ് മരണവ്യാപാരികളാണോ എന്ന ചർച്ചയാണ്. കേരളത്തിലെ ആരോഗ്യരംഗമാകത്തിന്റെ വെന്റിലേറ്റർ എന്ന ചർച്ചയാണ്. ഇതൊക്കെ നീ എന്തിനാണ് ഇവിടെ പറയുന്നേ? ഇലക്ട്രിസിറ്റിയുടെ കമ്പി പിടിച്ചിട്ട് ഒരു കുട്ടി മരിച്ചു. എന്താ ചർച്ച? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ എന്തോ കൊള്ളരുതായ്മ കൊണ്ടാണ് ആ കുട്ടി മരിച്ചതെന്നാണ്. സാറ് എനിക്ക് തലവേദന എടുക്കുന്നു. സാറ് പറ, ഞാൻ എന്ത് ചെയ്യണം? സാറ് പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. കേരളത്തിലെ സർക്കാർ മരണവ്യാപാരിയാണോ എന്നൊരു ചർച്ച ഇവിടെ ഉണ്ടായിട്ടില്ല. മരണവ്യാപാരി എന്ന വാക്ക് പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ പ്രതിപക്ഷത്തിനെതിരെയാണ് ഉണ്ടായത് എന്ന് തോന്നുന്നു.
അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചെയ്യുന്ന കാര്യം, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അത് സർക്കാരിന് മുഴുവൻ പരാജയം എന്ന നിലയ്ക്ക് അതിനെ പർവ്വതീകരിച്ച് കാണിക്കുക എന്നുള്ളതാണ്. പക്ഷെ പാർട്ടി കുറച്ചു കാലമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയുമോ? എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുവരെയുള്ള കിട്ടിയ മുഴുവൻ പൊൻതൂവലും എടുത്തങ്ങ് മുന്നിൽ വെക്കുകയാണ്. എന്നിട്ട് ഈ പൊൻതൂവലിനെ മുഴുവനും ചീകി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ വീഴ്ചയെ പറ്റി ചർച്ച ചെയ്യുള്ളൂ എന്ന് പറയാണ്. മാഷിപ്പോ പറഞ്ഞു കേരളത്തിന് മുഴുവൻ അവാർഡും പറയും, പക്ഷെ ഈ കാര്യത്തെ കുറിച്ച് മാത്രം പറയില്ല. അങ്ങനെയൊന്നുമില്ല. നിങ്ങളിപ്പോ 99% ശരിയുണ്ടാകുമ്പോ 1% തെറ്റ് സ്വാഭാവികമാണ്. ആ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത് ശരിയല്ല. അത് വേറെ മരത്തെയും കാടിനെയും ഒരുപോലെ താരതമ്യം ചെയ്യാനും പാടില്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഒന്ന് താങ്കൾ പറഞ്ഞത് ജയിൽ അടച്ചിടാനുള്ള സംവിധാനമല്ല എന്ന്, തുറന്നു വിടാനുമുള്ള സംവിധാനമല്ല. താങ്കൾ പറയുന്നത് കറക്ഷണൽ ഹോം ആണെന്ന്. ഞാൻ ചോദിക്കട്ടെ, കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുറ്റക്കാരിയായിട്ടുള്ള ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ തുറന്നു വിട്ടത് പിണറായി വിജയൻ സർക്കാരല്ലേ? അയ്യോ ദാരിദ്ര്യം. എന്ത് നല്ല നടപ്പാണ് അവര് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്, ജയിൽ വകുപ്പിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത്? എന്ത് സന്ദേശമാണ് അതിലൂടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് കൊടുക്കുന്നത്? അത് പിന്നെ പരമാവധി പരോൾ TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക്, കുറ്റവാളികൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ അതൊക്കെ ഏത് തരത്തിലുള്ള മാനദണ്ഡത്തിന്റെ പേരില? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. നിങ്ങൾ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ജയിൽ സംവിധാനങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെടുത്തിയെന്ന്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചാടിപ്പോയ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു. അതിന്റെ പേരിലല്ല എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നത്. അങ്ങനെ ഇവിടെ പറഞ്ഞു വെച്ച് എനിക്കത് പറ്റണ്ടേ? അന്ന് 2 കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ 7.5 മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ച് വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം. ഇവന്റെ കോമഡി കണ്ട ചിരിച്ച് പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു, മിണ്ടരുത്. അപ്പം നിങ്ങൾ മുൻപുണ്ടായിരുന്ന സർക്കാരിനെ താരതമ്യം ചെയ്തിട്ടല്ല ഇതിൽ നിങ്ങൾ പുളകിതരാകേണ്ടത്. നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എന്ത് ചെയ്തു? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇതെല്ലാം സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് ഗവൺമെന്റിന്റെ ഏതെങ്കിലും വക്താക്കൾ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെയും BJPയുടെയും ആളുകൾ സംസാരിക്കുന്നത് കേട്ടാൽ തോന്നുക എന്തോ ഈ പറയുന്ന ജയിൽ ചാടിയ ആളുകൾക്ക് ഇടതുപക്ഷം അനുകൂലവും കോൺഗ്രസും BJPയും എല്ലാം എതിരാണ് എന്നാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവിടെ എത്രമാത്രം ഗൗരവത്തോടെ ഇപ്പോൾ ജയിൽ മേധാവി അവിടെ വന്നു, ആ കാര്യങ്ങളെ സംബന്ധിച്ച് അടിയന്തര അന്വേഷണം ഉത്തരവിട്ടു, പ്രാഥമിക അന്വേഷണം നടത്തി 4 പേരെ സസ്പെൻഡ് ചെയ്തു. മുഖ്യമന്ത്രി തന്നെ ഈ വിഷയം സംബന്ധിച്ച് തൊട്ടുപിറ്റേന്ന് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഇദ്ദേഹത്തെ ജനങ്ങളുടെ ആശങ്ക പരിഗണിച്ചുകൊണ്ട് ഗോവിന്ദച്ചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാൻ വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തെ സിംഗിൾ സെല്ലിൽ അടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആണോ? ഭയങ്കര. പക്ഷേ രണ്ട് കാര്യങ്ങൾ എനിക്കതിൽ പറയാനുള്ളത്. ഒന്ന്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ ആരോഗ്യമന്ത്രിയാണ് സിസ്റ്റം എന്ന വാക്കു പറഞ്ഞത്. ആരെ പഴിക്കണം എന്നറിയാതെ വലയുന്ന മനുഷ്യർക്ക് മുന്നിൽ അവതരിച്ച ഒന്നാണ് ഈ പുതിയ സിസ്റ്റം എന്ന് പറയുന്ന ഒന്ന്. രണ്ടാമത്തേത്, ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് പക്ഷേ സർക്കാരിന്റെ ഉത്തരവാദിത്തം. നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിനൊപ്പം ഇത്തരം വീഴ്ചകൾ ഉണ്ടാകാതെ നോക്കുക എന്ന് പറയുന്നതും അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കുകയും ദീർഘവീക്ഷണം പ്രകടമാക്കുകയുമാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ചെയ്യുന്നതെല്ലാം കേമം എന്ന് പറഞ്ഞാൽ പോരാ, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടതുണ്ട്. ഭരണപരാജയം എന്ന വാക്ക് ഉച്ചരിച്ചു പോയാൽ അതിന്റെ ഒരു നിമിഷം അതിന്റെ പരിണിത ഫലം എന്താണെന്നും ആക്രമണം എത്രത്തോളമാണ് എന്നും എനിക്ക് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ചോദിക്കുകയാണ്, ഭരണപരാജയത്തിന് എന്ത് ചെയ്യും, എന്ത് പരിഹാരം ചെയ്യും? AI സർക്കാർ ഉണ്ടാക്കാൻ പറ്റില്ല മാഷേ, നമുക്ക് AI ക്യാമറയെ വെക്കാൻ പറ്റുള്ളൂ ജയിലിൽ. ഈ കേരളം പോലെ കിടക്കുന്ന ഈ 3.5 കോടി ആളുകൾ താമസിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നമില്ലാത്ത ഒരു ദിവസം അങ്ങനെ ഉണ്ടാവുമോ? പ്രശ്നം ഉണ്ടാവുമല്ലോ. കഷ്ടം.